ദനഹ പെരുന്നാളിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ച ആരാധനാ ക്രമവത്സരത്തിലെ യൽദ ദനഹ കാലം വിത്തുകളെ പ്രതി വിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനം. യേശു ക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ട തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബേത്സയിദായിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനീലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസറേത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസറേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ? യോഹന്നാൻ്റെ സുവിശേഷം സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വിഭിന്നമായി യേശുവിൻ്റെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7 പേരുകളിൽ അറിയപ്പെടുന്നു അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നു. 1 4-ാം സുവിശേഷം, 2 ആത്മീയ സുവിശേഷം, 3 അരൂപിയുടെ സുവിശേഷം, 4 സ്നേഹത്തിൻ്റെ സുവിശേഷം, 5 വിശ്വാസത്തിൻ്റെ സുവിശേഷം, 6 ജീവൻ്റെ സുവിശേഷം, 7 അടയാളങ്ങളുടെ പുസ്തകം. യേശു ദൈവപുത്രനായ മെശിഹായാണെന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം യേശു നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം എഴുതിയത്. ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളാണ് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. യേശു ഗലീലിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഗലീലി യേശുവിൻ്റെ പ്രേക്ഷിത ഭൂമിയാണ്. ഒരുവനിൽ പ്രേക്ഷിത ദൗത്യം ഉണർത്തുന്നത് തീവ്രമായ ആഗ്രഹവും താല്പര്യവുമാണ് ഒരുവനിൽ പ്രേക്ഷിത ദൗത്യം വളർത്തുന്നത്. പ്രേക്ഷിത ജീവിതം ഉണർവേകുന്ന ചലനാത്മകതയാണ്. ഗലീലി തടാകത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ഗ്രാമമാണ് ബേത്സയിദ. യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാർ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. ശിഷ്യന്മാരിൽ 4-ാമൻ ഫിലിപ്പോസും 5-ാമൻ ഫിലിപ്പോസ് യേശുവിൻ്റെ പക്കലെത്തിച്ച നഥാനിയേലുമാണ്. ശിഷ്യത്വം യേശുവിനോടൊത്തുള്ള വാസവും യേശുവുമായുള്ള ദൈവ ഐക്യവുമാണ്. മെശിഹ അനുഭവത്തിൽ വളരാൻ വിളിക്കപ്പെട്ടവനാണ് ശിഷ്യൻ. യേശുവിനെ ഗുരുവായും മെശിഹായായും പഴയ നിയമ പ്രവചന വാഗ്ദാനമായും ദൈവപുത്രനായും ഇസ്രായേലിൻ്റെ രാജാവായും തിരിച്ചറിയുന്നു. യേശു ശിഷ്യത്വത്തിലേക്കുള്ള വളർച്ചയുടെ ഘടകങ്ങൾ 6 എണ്ണമാണ്.
1 ശ്രവണം, 2 അനുഗമനം, 3 അന്വേഷണം, 4 വിശ്വാസം, 5 സഹവാസം, 6 പ്രേക്ഷിതത്വം. ശ്രവണം. സ്നാപകയോഹന്നാൻ്റെ സാക്ഷ്യം യേശു ശിഷ്യത്വം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉൾവിളിയാണ്, പ്രചോദനമാണ്. ദൈവവിളി ഒരു ആത്മീക പ്രേരണയാണ്, ഒരു ആന്തരിക പ്രേരണയാണ്. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു. ദൈവവുമായുള്ള നല്ല ബന്ധം ദൈവസ്വര ശ്രവണത്തിന് അത്യന്താപേക്ഷിതമാണ്. നല്ല ഇടയനായ യേശു പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. യോഹന്നാൻ 10:27. സത്യത്തോടുള്ള പ്രതിബദ്ധത ദൈവസ്വര ശ്രവണത്തിന് അത്യന്താപേക്ഷിതമാണ്. വഴിയും സത്യവും ജീവനുമായി യേശു പറയുന്നു, സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി മെശിഹായെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന് പൗലോസ്ലീഹായുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അനുഗമനം. ശ്രവണം പ്രത്യുത്തരം ആവശ്യപ്പെടുന്നു. അനുഗമിക്കുക എന്നത് ശിഷ്യത്വത്തിൻ്റെ അന്തസത്തയാണ്. എന്നെ അനുഗമിക്കുക എന്ന ആഹ്വാനമാണ് യേശു ശിഷ്യന്മാർക്ക് നൽകുക. എല്ലാം ഉപേക്ഷിക്കുന്ന സ്വയശൂന്യവൽക്കരണമല്ലാതെ യേശുവിനെ സ്വന്തമാക്കാനാവില്ല. ശിഷ്യത്വം രക്തസാക്ഷിത്വം ആവശ്യപ്പെടുന്ന പരിത്യക്തതയുടെ ജീവിതമാണ്. ചുറ്റുപാടുകളിൽ നാം കാണുന്നവയേക്കാൾ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്നെ അനുഗമിക്കുക എന്ന യേശുവിൻ്റെ വാക്കുകൾ. യേശുവിനെക്കുറിച്ചുള്ള ശ്രവണത്തിലേക്ക് ഫിലിപ്പോസിനെ നയിക്കുന്നത് ഒരുപക്ഷെ പത്രോസും അന്ത്രയോസുമായിരിക്കണം. അവരുടെ ജീവിത സാക്ഷ്യവും വാക്കുകളും ബേത്സയിദയിൽ നിന്നുള്ള ഫിലിപ്പോസിന് ശ്രവണവും പ്രചോദനവുമായി. സുവിശേഷ പ്രഘോഷണ വാക്കുകൾക്ക് കരുത്തേകുന്നത് ജീവിത സാക്ഷ്യമാണ്. ആന്തരിക ശ്രവണവും ആത്മീയ പ്രചോദനവും സാധ്യമാക്കുന്നത് വാക്കിലും പ്രവൃത്തിയിലുമുള്ള വിശുദ്ധിയാണ്. ജീവിത വിശുദ്ധിയുള്ള പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം അനേകം വാക്കുകളേക്കാൾ വലിയ പ്രചോദനമാണ്. പത്രോസും അന്ത്രയോസും പിൻചെല്ലുന്ന ശൂന്യവൽക്കരണത്തിൻ്റെയും പരിത്യക്തതയുടെയും ജീവിതം ബേത്സയിദക്കാരനായ ഫിലിപ്പോസിൽ വലിയ അനുരണനമുണ്ടാക്കി. സ്വദേശത്തെയും സ്വന്തം ഭവനത്തെയും ജീവിത സാക്ഷ്യം കൊണ്ട് യേശുവിലേക്ക് നയിക്കുന്ന ജീവിത വിശുദ്ധി. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്നതിന് ഗുരുമുഖത്തായിരിക്കുക. യേശുവിൻ്റെ കാഴ്ച അടിമുടി നമ്മെ വായിച്ചറിയുന്നതാണ്. ഒരുക്കമുള്ളവരായി കാണപ്പെടുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന ദൈവസ്വരം ശ്രവിക്കും. അന്വേഷണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. തന്നെ അനുഗമിച്ചവരെ തിരിഞ്ഞു നോക്കി യേശു ചോദിക്കുന്നു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അനുഗമിക്കുന്നവരെ നിരന്തരം തിരിഞ്ഞു നോക്കി യേശു ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്നാണ്. അനുഗമിക്കുന്നവർ യേശു ശിഷ്യത്വത്തിലാണോ എന്നതിനുള്ള ആത്മശോധനയാണ് യേശു ഉയർത്തുന്ന ഈ ചോദ്യം. പണത്തിനും പേരിനും പെരുമയ്ക്കും സ്ഥാനമാനങ്ങൾക്കും സുഖലോലുപതയ്ക്കുമായുള്ള നെട്ടോട്ടം ഇന്ന് ശിഷ്യത്വത്തെ കളങ്കപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥ ശിഷ്യത്വം അംഗീകരിക്കപ്പെടാത്ത അവസ്ഥ വലിയ ആത്മീയ അന്ധതയുടേതാണ്. അത് വരുത്തിവെക്കുന്ന വിപത്ത് വിശ്വാസത്തിൻ്റെ ഉന്മൂലനാശമാണ്. തന്നിൽ വിശ്വസിക്കുന്നവരോട് സംഭാഷണത്തിലേർപ്പെടുന്ന യേശുവിൻ്റെ താല്പര്യം വിലമതിക്കപ്പെടണം. ശിഷ്യർ അന്വേഷിക്കുന്നത് യേശു വസിക്കുന്ന ഇടമാണ്.
ശിഷ്യത്വത്തെ പ്രോജ്വലിപ്പിക്കുന്നത് യേശുവിനോട് കൂടെ ആയിരിക്കുവാനുള്ള ആഗ്രഹമാണ്. യേശു വിരൽ ചൂണ്ടുന്നത് ശിഷ്യരുടെ ഉദ്ദേശശുദ്ധിയിലേക്കാണ്. ദൈവമായ യേശുവിനോടൊത്തുള്ള വാസം, ദൈവവുമായുള്ള ഐക്യം കാത്തു സൂക്ഷിച്ച് ദൈവഭവനത്തിലായിരിക്കുന്ന അവസ്ഥയാണ് ഈ ശിഷ്യത്വം. ഫിലിപ്പോസ് എന്നതിനർത്ഥം കുതിരകളുടെ സ്നേഹിതൻ എന്നാണ്. യേശു പറയുന്നത് ഗ്രഹിക്കുന്നതിൽ പിന്നിലായിരുന്ന ഫിലിപ്പോസ് യേശുവിനെ പിൻചെല്ലുന്നതിൽ തീഷ്ണമതിയായിരുന്നു. താല്പര്യവും ആഗ്രഹവുമാണ് ശ്രവണത്തിലേക്കും അനുഗമനത്തിലേക്കും അന്വേഷണത്തിലേക്കും നയിക്കുന്നത്. സംശുദ്ധ യേശു ശിഷ്യത്വ അന്വേഷണത്തിന് യേശു നൽകുന്ന മറുപടിയാണ് വന്നു കാണുക, കൂടെ വസിക്കുക എന്നത്. വിശ്വാസം യേശു കാണുന്ന ദൂരത്തിൽ യേശുവിനെ അനുഗമിക്കുവാനുള്ള ആഗ്രഹം വിശ്വാസത്തിൻ്റെ വളർച്ചയാണ്. വന്നു കാണുക എന്നതിനർത്ഥം കൂടെ വസിച്ച് വിശ്വാസം സ്ഥിരീകരിക്കുക എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കാണുക എന്നതിനർത്ഥം വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുവചനം, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ശിഷ്യത്വം യേശുവിൽ വിശ്വസിച്ച് യേശുവിനോട് കൂടെ ജീവിക്കുന്നതിനുള്ള ക്ഷണമാണ്. വിശ്വാസമില്ലാത്ത ശിഷ്യത്വം സർവനാശം വിധിക്കും, അത് വിനാശകാരിയാണ്. ഫിലിപ്പോസ് നഥാനിയേലിനോട് പ്രസംഗിച്ചത് തൻ്റെ വിശ്വാസമാണ്. മോശയുടെ നിയമത്തിലും, അതായത് പഞ്ചഗ്രന്ഥികളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ചെറുതും വലുതുമായ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതും എഴുതപ്പെട്ട ജോസഫിൻ്റെ മകൻ നസ്രയനായ യേശുവിനെ കണ്ടറിഞ്ഞ വിശ്വാസം. ഞങ്ങൾ കണ്ടു. ശിഷ്യത്വ കൂട്ടായ്മയിൽ വളർച്ച പ്രാപിച്ച വിശ്വാസത്തിൻ്റെ ഭാവമാണത്. ഫിലിപ്പോസ് നഥാനിയേലിന് നൽകുന്നത് വിശ്വാസ ജീവിതം വന്നു കാണുവാനുള്ള ക്ഷണമാണ്. ജീവിത സാക്ഷ്യം പകർന്നു നൽകുന്ന യേശു ശിഷ്യത്വം കൂടെ വസിച്ച് അനുഭവിക്കുവാനുള്ള ക്ഷണമാണ്. ജീവിത സാക്ഷ്യമേകുന്ന ശിഷ്യത്വ കൂട്ടായ്മയാണ് വിശ്വാസ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. സഹവാസം, വന്നു കണ്ടവർ കൂടെ വസിച്ച് വിശ്വാസത്തിൽ വളരുന്നതാണ് സഹവാസം. ജീവിത വിശുദ്ധിയും സാക്ഷ്യവും നഷ്ടപ്പെടുന്നിടത്ത് സഹവാസം വിശ്വാസ തളർച്ചയുണ്ടാക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം തിരുവചനം, നിങ്ങൾ എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യേശു ശിഷ്യത്വം സാധ്യമാക്കുന്ന വിശ്വാസ വളർച്ചയുടെ സഹവാസം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മാവാണ്. ദൈവകൽപ്പന പാലിക്കുന്നതും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നതുമാണ് വിശ്വാസ ജീവിതമാണ്. ദൈവകൽപ്പന പാലിക്കുന്നതും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നതുമായ വിശ്വാസ ജീവിതമാണ് യഥാർത്ഥ സഹവാസം. സഹവാസത്തിലൂടെ നഥാനിയേൽ യേശുവിനെ തിരിച്ചറിഞ്ഞത് ദൈവപുത്രനായും ഇസ്രായേലിൻ്റെ രാജാവായുമാണ്. യേശു പറയുന്നു, സഹവാസത്തിലായിരിക്കുന്നവർ സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും കാണും. സഹവാസം ദൈവ ആരാധനയുടേതാണ്. വിശ്വാസം ജീവിക്കുന്നതും പ്രഘോഷിക്കുന്നതും ആഘോഷിക്കുന്നതും അനുഭവിക്കുന്നതും ദൈവ ആരാധനയുടെ സഹവാസത്തിലാണ്. പ്രേക്ഷിതത്വം, യേശു ശിഷ്യത്വ സഹവാസം ജനിപ്പിക്കുന്നത്
പ്രേക്ഷിതത്വമാണ്. അന്ത്രയോസ് സഹോദരനായ പത്രോസിനെ യേശു ശിഷ്യത്വ സഹവാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രേക്ഷിതനാണ്. പീലിപ്പോസിനെ യേശുവിലേക്ക് നയിക്കുന്ന പ്രേക്ഷിത പ്രചോദനം ബെത്സയിദാക്കാരനായ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റേതുമാണ്. നഥാനിയേലിനെ യേശുവിലേക്ക് നയിക്കുന്ന പ്രേക്ഷിത ദൗത്യം പീലിപ്പോസിൻ്റേതാണ്. സമറയായക്കാരി സ്ത്രീ തൻ്റെ മെസ്സിഹ അനുഭവം പട്ടണവാസികളുമായി പങ്കുവയ്ക്കുന്ന പ്രേക്ഷിതയാണ്. യേശു സഹവാസം മറച്ചു വയ്ക്കാനാവാത്ത പ്രേക്ഷിത ചൈതന്യം പകരും. പ്രേക്ഷിതരുടെ ഉണർവും ഊർജവും ജീവിത സാക്ഷ്യവും യേശു സഹവാസം നൽകുന്ന സത്ഫലങ്ങളാണ്. ജോർദാൻ്റെ മറുകരെ ബെഥാനിയിൽ വെച്ചാണ് യേശു പീലിപ്പോസിനെ കണ്ടുമുട്ടുന്നത്. പീലിപ്പോസ് ബെത്സയിദായിൽ നിന്നുള്ളവനായിരുന്നു. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും സുഹൃത്തായിരുന്നു. യേശുവിനെ ആദ്യമായി നഥാനിയേലിന് പരിചയപ്പെടുത്തിയത് ഈ പീലിപ്പോസാണ്. ജെറുസലേം തിരുനാളിന് വന്ന ഗ്രീക്കുകാർ യേശുവിനെ കാണാനുള്ള ആഗ്രഹം അറിയിച്ചത് പീലിപ്പോസിനെയാണ്. പീലിപ്പോസും അന്ത്രയോസും പ്രേക്ഷിത ദൗത്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തു ശിഷ്യനാണ് നഥാനിയേൽ. തിബേരിയൂസ് തടാകത്തിലെ അത്ഭുതകരമായ മീൻപിടുത്തത്തിൻ്റെ സമയത്ത് പത്രോസിനോടും കൂട്ടുകാരോടുമൊപ്പം നഥാനിയേലുണ്ടായിരുന്നു. നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നാണ് യേശു നഥാനിയേലിനെ വിശേഷിപ്പിക്കുന്നത്. നഥാനിയേൽ ബർത്തലോമിയ ആണെന്നും മത്തിയാസ് ആണെന്നുമുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലുണ്ട്. പീലിപ്പോസ് യേശുവിനെ നഥാനിയേലിന് മുൻപിൽ അവതരിപ്പിക്കുന്നത് നിയമങ്ങളുടെ പൂർത്തീകരണമായും പ്രവചനങ്ങളുടെ പൂർത്തീകരണമായും ദാവീദ് വംശജൻ എന്ന അർത്ഥത്തിൽ ജോസഫിൻ്റെ മകനായും ചരിത്ര പുരുഷനെന്ന നിലയിൽ നസറേത്തിൽ നിന്നുള്ളവൻ എന്നുമാണ്. നസറേത്ത് പഴയ നിയമ ഗ്രന്ഥങ്ങളിലോ റബ്ബിനിക രചനകളിലോ പരാമർശിക്കപ്പെടാത്ത ചെറിയ ഒരു ഗലീലിയൻ ഗ്രാമമാണ്. നസറേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന നഥാനിയേലിൻ്റെ ചോദ്യം ഇത് ദ്യോതിപ്പിക്കുന്നു. യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന യേശുവിൻ്റെ പരാമർശം പൂർവ്വപിതാവായ യാക്കോബിനുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന കാപട്യത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത നിഷ്കപടനായ പുതിയ ഇസ്രായേൽക്കാരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. നഥാനിയേലിന് യേശു നൽകുന്ന വിശേഷണമാണ് കാപട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നത്. അത്തിമരത്തിൻ്റെ ചുവട് എന്ന പ്രയോഗം ശ്രദ്ധ അർഹിക്കുന്നു. യഹൂദ റബ്ബിമാർ തോറ നിയമഗ്രന്ഥം പഠിച്ചിരുന്നത് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ്. നിയമങ്ങളുടെ പൂർത്തീകരണമായ യേശുവിന് നഥാനിയേലിനെ മനസ്സിലാക്കുക വളരെ എളുപ്പമായി. നഥാനിയേൽ കാത്തിരുന്ന സമാധാനദായകനായ മെസ്സിഹ സമാധാന അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്ന അത്തിമര ചുവട്ടിലെ യേശുവാണെന്ന ധ്വനിയും ഈ തിരുവചന ഭാഗത്തിലുണ്ട്. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന നഥാനിയേലിൻ്റെ പ്രത്യുത്തരം പഴയ നിയമ ഗ്രന്ഥ പാണ്ഡിത്യത്തിൻ്റെയും യേശു മുഖദർശനത്തിൻ്റെതുമാണ്. ദാവീദ് രാജാവും പിൻഗാമികളും യാവയുടെ പുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇവൻ തന്നെയോ യഹൂദരുടെ രാജാവ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നഥാനിയേലിൻ്റെ അധരങ്ങളിൽ നിന്ന് പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പുറത്തു വരുന്നു. സത്യം സത്യമായി എന്ന പദപ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം 25 പ്രാവശ്യം കാണാം. യോഹന്നാൻ്റെ സവിശേഷ ശൈലിയാണ് ഇത്. തുടർന്നുള്ള യേശുവിൻ്റെ വാക്കുകൾ യാക്കോബിൻ്റെ ദർശനത്തെ സൂചിപ്പിക്കുന്നതാണ്. തുറക്കപ്പെടുന്ന സ്വർഗം ഭൂമിയിലെ
ദൈവാരാധനയുടെ പ്രതീകമാണ്. കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതുമായ ദൈവദൂതന്മാർ യാക്കോബിൻ്റെ സ്വപ്നത്തിലെ ഗോവേണിക്ക് സദൃശ്യം. മനുഷ്യപുത്രൻ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ സ്വർഗീയ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം തിരുവചനം. യേശുവാകുന്ന മനുഷ്യപുത്രൻ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോവേണിയാണ്. ഗോവേണി ഇവിടെ കുരിശിന് സമാനമായ പീഡാസഹന പ്രതീകം കൂടിയാണ്. മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവദൂതന്മാർ മനുഷ്യാവതാര രഹസ്യത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ്റെ മേൽ കയറിപ്പോകുന്ന ദൈവദൂതന്മാർ കുരിശുമരണത്തെയും സ്വർഗാരോഹണത്തെയും സൂചിപ്പിക്കുന്നു. യേശു ശിഷ്യത്വത്തിൻ്റെ സത്ഫലങ്ങളെ പകർന്നു നൽകുന്ന ഈ തിരുവചന ഭാഗം നമ്മുടെ ജീവിതങ്ങളെ പുനരുദ്ധരിക്കട്ടെ. വിത്തുകളെ പ്രതിയുള്ള ദൈവമാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന ഈ ദിനം യേശു ശിഷ്യത്വത്തിൻ്റെ മകുടോദാഹരണമായ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ യേശു ശിഷ്യത്വത്തെ സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.